തൃശ്ശൂരിൽ വീണ്ടും ഷിഗല്ല. അരിമ്പൂർ സ്വദേശികളായ ദമ്പതികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അസുഖം സ്ഥിരീകരിച്ചത് ഇന്നലെയായിരുന്നു. ചികിത്സയിലുള്ള ദമ്പതികളുടെ ആരോഗ്യം തൃപ്തികരമാണ്. ഇതോടെ ജില്ലയിൽ 7 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, എങ്ങനെയാണ് ഇവരുടെ ആരോഗ്യനില? ആരോഗ്യവകുപ്പോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ എന്തൊക്കെ മുൻകരുതലുകളാണ് പറഞ്ഞിരിക്കുന്നതും എടുത്തിരിക്കുന്നത്? രാജേഷ്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അരിമ്പൂരുള്ള ദമ്പതികൾക്കും ഷിഗല്ല ബാധയുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണം തൃശ്ശൂരിൽ വന്നത്. ഇതോടെ 7 പേർക്കാണ് തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ള ഒരു ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചത്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്, നിരീക്ഷണത്തിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ആശങ്കയുടെ സാഹചര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശം. അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എല്ലാം തന്നെ കൃത്യമായി തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം ഇവരെല്ലാം നിരീക്ഷണത്തിലാണ്, കൃത്യമായ ചികിത്സ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാപ്രാണം സ്വദേശി മരണപ്പെട്ട സംഭവം, മാപ്രാണം സ്വദേശി മരണപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഷിഗല്ല തിരിച്ചറിഞ്ഞത്. പക്ഷേ അവിടെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളത് പുറത്തു വന്ന വാർത്തകളാണ്. അത് കുടുംബത്തെ ഈ വിവരം അറിയിക്കാൻ അല്പം വൈകിപ്പോയി. ഒരു ദിവസത്തിന് ശേഷമാണ് ഭാര്യ അടക്കമുള്ള ബന്ധുക്കൾ ഈ മരണപ്പെട്ട വ്യക്തിക്ക് ഷിഗല്ല ബാധ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുന്നത്. സമ്പർക്ക പട്ടിക അടക്കം തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു പ്രധാന ആരോപണം കുടുംബവും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും എല്ലാ നടപടികളും കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. 7 പേർക്കാണ് ഇപ്പോൾ ഷിഗല്ല ബാധ തൃശ്ശൂരിൽ ഉണ്ട് എന്നുള്ളൊരു ഔദ്യോഗിക കണക്ക് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ ബാധ, അതായത് ഷിഗല്ല ബാധിച്ച എല്ലാവരെയും കൃത്യമായ നിരീക്ഷണത്തിലാണ്. ഒപ്പം തന്നെ കൃത്യമായ പരിചരണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുണ്ട്. യാതൊരു വിധത്തിലുള്ള ആശങ്കയ്ക്കും ഇടയില്ല എന്നുള്ളൊരു വിവരമാണ് നിലവിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്തായാലും ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെല്ലാം ഒട്ടാകെ ഇത്തരത്തിൽ ഷിഗല്ല പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൃശ്ശൂരിലും അത് വ്യാപിക്കാനുള്ളൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ജില്ലാ ഭരണകൂടം ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. വൃത്തിഹീനമായ വെള്ളവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നുള്ള കൃത്യമായ നിർദ്ദേശം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും നിലവിൽ 7 പേർക്ക് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ കൃത്യമായ പരിചരണത്തിലാണ്, കൃത്യമായ നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. രാജേഷ്. ഹരീഷാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.